മോള് തൻ്റെ ഐഷ എന്ന് പറയുന്ന മോളുടെ ഉമ്മാന്റെ ബർത്ത്ഡേ ഈ വരുന്നത്, അതായത് 2025 ഏപ്രിലിൽ വരാൻ പോകുന്ന ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതി ഗിഫ്റ്റിൻ്റെ ഒപ്പം മോള് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവളുടെ മരണം അവൾ മുന്നിൽ കണ്ടിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല. കണ്ടിരുന്നത് പോലെ അവൾ ഇനി എത്രയോ മാസങ്ങൾ പിറകിലേക്ക് വരുന്ന ഉമ്മാന്റെ ബർത്ത്ഡേക്ക് പിറന്നാളിന് വേണ്ടിയിട്ട് അവളൊരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ കാണാനിടയായി. അപ്പോൾ അത് നിങ്ങൾക്കും അറിയായിരിക്കും. കല്ലടിക്കോട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറിയിട്ട് 4 കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയത്. അപ്പോൾ നമുക്കത് വല്ലാത്ത ഒരു വിഷമം തരുന്ന ഒരു അപകടമായിരുന്നല്ലേ. വളരെ ചെറിയ പ്രായം. അവരെ പറ്റി ഒറ്റ വാക്കിൽ എനിക്ക് പറയാമെന്ന് വെച്ചാൽ വിടരുന്നതിന് മുന്നേ കൊഴിഞ്ഞു പോയ പൂക്കളെന്ന് പറയാം. അപ്പോൾ അവർ രാവിലെ വീട്ടിൽ നിന്ന് ഉമ്മാനോട് സലാം പറഞ്ഞ് സ്കൂളിലേക്ക് പോയി. അവിടെ നിന്ന് കുട്ടികളെ കണ്ടു, ടീച്ചേഴ്സിനെ കണ്ടു, കളി പറഞ്ഞു, ചിരി പറഞ്ഞു, ചിരിച്ചു, കളിച്ചു. പിന്നെ പരീക്ഷ എഴുതി. അതിനുശേഷം അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം അവർ നാളത്തെ പരീക്ഷയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അവർ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്ന ഓരോ കളിതമാശകൾ പറഞ്ഞ് ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ മിഠായിയൊക്കെ മേടിച്ച് കഴിച്ച് കളിയും തമാശയൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് ഓരോ സ്കൂളിൽ പഠിച്ചപ്പോൾ നമുക്കായിരുന്നാലും നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പം നമ്മൾ വീടെത്തണവരെ നമ്മളെ കൂട്ടുകാരികളോടൊപ്പം നമ്മൾ കാര്യം പറഞ്ഞ് ഒക്കെ ആയിരിക്കും, എന്തെങ്കിലും കഴിച്ചൊക്കെ ആയിരിക്കും, പിടിച്ചും കഴിച്ചും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പം അതുപോലെ വന്ന ആ മക്കളുടെ ഇടയിലേക്കാണ് പെട്ടെന്ന് ആ ലോറി ചെന്ന് കയറി. എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമം. അവർക്ക് ആ വേദന അറിയാനുള്ള സമയം പോലും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര പെട്ടെന്നായിരിക്കും ആ ലോറി, അങ്ങനെ ആയിരിക്കും. എനിക്കൊന്നിന് ചെറിയ സെക്കൻഡുകൾക്കുള്ളിലൊക്കെയാണ് ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് എന്തായിരുന്നാലും അവരൊരുമിച്ച് വന്നതുപോലെ തന്നെയാണ് ഖബറിലും അവർ ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കേട്ട കാര്യം എന്ന് പറയുന്നത്, അതിൽ ആയിഷ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ആയിഷ, നിദ, റിദ, ഇർഫാന, ഈ 4 മക്കളാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൽ ആയിഷ ഫാത്തിമനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്തായിരുന്നാലും ഈ വീഡിയോ കാണുന്നവർ ആ മോളുടെ ഖബറ് വിശാലമാക്കി കൊടുക്കാൻ ദുആ ചെയ്യണം. അപ്പോൾ അക്കാര്യത്തിലോട്ട് കിടക്കാം. തൻ്റെ ഐഷ എന്ന് പറയുന്ന മോളുടെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ഈ വരുന്ന, അതായത് 2025 ഏപ്രിലിൽ വരാൻ പോകുന്ന ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതി ഗിഫ്റ്റിൻ്റെ ഒപ്പം മോള് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവളുടെ മരണം അവൾ മുന്നിൽ കണ്ടിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല. കണ്ടിരുന്നത് പോലെ അവൾ ഇനി എത്രയോ മാസങ്ങൾ പിറകിലേക്ക് വരുന്ന ഉമ്മാൻ്റെ ബർത്ത്ഡേക്ക് പിറന്നാളിന് വേണ്ടിയിട്ട് അവളൊരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവൾ പറയുന്നുണ്ട്, 42 വർഷം ഉമ്മ കരഞ്ഞു, ഇനി ഉമ്മ കരയരുത്, ഇനി ഉമ്മ എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കണം എന്ന് ഒരു 13-14 വയസ്സുള്ള ഒരു പെൺകുട്ടി വളരെ പക്വതയേറിയ ഒരു കുഞ്ഞിനെ പോലെ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ നമ്മൾ ഒരാൾ മരണപ്പെടുമ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഒതുക്കുമ്പോൾ ആ സമയത്താണ് ആ ഉമ്മാടെ ഉപ്പാടെ കയ്യിൽ ആ ലെറ്റർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഉമ്മ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും, സങ്കടപ്പെട്ടിട്ടുണ്ടാവും, അതെനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. കാരണം എൻ്റെ വാപ്പ നഷ്ടപ്പെട്ടിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ, 4 മാസമായിട്ടേ ഉള്ളൂ. അപ്പം ഒരാൾ നഷ്ടപ്പെടുന്ന വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊരു മകളാവുമ്പോൾ, അവരത്രയും ആശിച്ച് വളർത്തിയ ഒരു മകള് നഷ്ടപ്പെട്ടിട്ട് അവൾ എഴുതിയ ലെറ്റർ അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാനല്ലാതെ വേറൊന്നും അവർക്ക് ചെയ്യാനില്ല, സങ്കടപ്പെടാനല്ലാതെ. അപ്പോൾ സ്വന്തം മക്കൾ ഉമ്മായും വാപ്പായും ജീവനോടെ ഇരിക്കെ മക്കളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ അത് ആർക്കും വരുത്താതിരിക്കട്ടെ. അത്രയ്ക്ക് വേദനയുള്ള കാര്യമാണത്. അപ്പോൾ ഒരു ലെറ്റർ കിട്ടിയ കാര്യം അത് എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കി കേട്ടപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായിരുന്നാലും ആ മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.